ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഹോളിഡേ ആയിരുന്നു കണ്ണന്. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല അടിപൊളി പൂരിയും അതുപോലെ ബീട്രൂട്ടിൻ്റെ ഒരു ബാജി കറിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് സാധാരണ ബാജി കഴിക്കുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ മത്ത് പിടിച്ച് തലയെല്ലാം ഒരുമാതിരി ആവുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ബീട്രൂട്ടും കൂടി അതിലിട്ടാൽ അത്രയും എഫക്റ്റ് ഉണ്ടാവില്ല. കണ്ണന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പൂരിയും ബാജിയും. അപ്പോൾ കണ്ണൻ തന്നെ ഇത് വലിയ ആളെ പോലെ എല്ലാം മുറിച്ച് കറിയിലൊക്കെ മുക്കി സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ടിഫിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നേ. ഇന്ന് ഫുൾ ഷെഡ്യൂൾഡ് ആയിട്ടാണ് നമ്മൾ പുറത്ത് പോയത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോയത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലായിരുന്നേ. കണ്ണന് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു കാണിക്കാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പനി വന്നപ്പോൾ കണ്ണൻ്റെ ചുമ മാത്രം കുറച്ച് ബാക്കിയുണ്ടായി. അപ്പോൾ അതും കൂടി അങ്ങ് കാണിച്ചൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാ. ബാലരമ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആള് വേറെ ലോകത്തെ ഉണ്ടാവുക. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുമോ എന്നുള്ള പേടിയിലാണ് ഒരാൾ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് സോന ഓപ്റ്റിക്കൽസിലായിരുന്നേ. അച്ഛനുണ്ടായിരുന്ന കാലം മുതലേ നമ്മൾ ഗ്ലാസസിനായാലും ഫ്രെയിംസിനായാലും ഈ കണ്ണൂരുള്ള സോന ഓപ്റ്റിക്കൽസിലാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അമ്മക്ക് കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അത് നോക്കി അതിനുശേഷം കണ്ണൻ അവിടെ നിന്ന് ഫുള്ളായിട്ട് ഓടി മറിഞ്ഞ് നടന്ന് കളിയായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സൂപ്പർ പോസിംഗ് ഒക്കെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ മെല്ലനെ അവിടുന്ന് സ്കൂട്ടായി. പിന്നെ നമ്മൾ നേരെ പോയത് കണ്ണൂരുള്ള ത്രെഡ് ഹൗസിലേക്കാണ് കേട്ടോ. കണ്ണഞ്ചിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് ഇവിടെ വന്നാലുള്ള ഒരു ഫീല്. എവിടെയാ നോക്കണ്ടെന്ന് തിരിയില്ല, ഒന്നും ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ എല്ലാം ആവശ്യമുള്ള പോലത്തെ ഫീലായിരിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സെൽഫായിട്ട് സ്റ്റിച്ച് ചെയ്യാറ്. ബ്ലൗസ് ആയാലും അതുപോലെ തന്നെ ഡ്രസ്സസ് ആയാലും ഞാൻ പുറത്ത് കൊടുക്കൽ മാക്സിമം കുറവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അത്യാവശ്യമുള്ള ക്രാഫ്റ്റിൻ്റെതായാലും സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ആയാലും ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ എടുക്കാറ്. നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ സാധനം കിട്ടുകയും ചെയ്യും, നല്ല ക്വാളിറ്റി സാധനമാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള മലബാർ ക്വീൻസിൽ കയറിയിട്ട് കുറച്ച് ലൈനിങ്ങിൻ്റെ പീസും കുറച്ച് ബ്ലൗസ് മെറ്റീരിയൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അവിടെ. സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ ഷോപ്പിലോ അല്ലെങ്കിൽ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലോ കയറി കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. പക്ഷേ ഇത്തവണ കണ്ണും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഷടപടേന്ന് പർച്ചേസ് തീർത്ത് വേഗം തന്നെ പുറത്തിറങ്ങി. അങ്ങനെ അവിടുന്ന് വേഗം സാധനമൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയത് ചെമ്മണ്ണൂർ ജ്വല്ലറിയിലേക്കായിരുന്നു. ഞാൻ കുറേ നാളായി വിചാരിക്കുന്ന എൻ്റെ കൊലുസ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന്. ജ്വല്ലറി എൻ്റെ വീക്ക്നെസ് തന്നെയാണ്, പക്ഷേ അതിൽ മാലയും വളയൊന്നും വരില്ല കേട്ടോ. കമ്മൽ, കൊലുസ് അതൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്സുകൾ. ഇത്തവണ ഒരുപാട് വെറൈറ്റി ചെട്ടിനാട് ഗോൾഡും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഒരു കൊലുസ് സെലക്ട് ചെയ്തു. പിന്നെ സെക്കൻഡ് സ്റ്റെഡിന്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായി, പിന്നെ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഈ കാണുന്ന കൊലുസ് ഞാനങ്ങ് എടുത്തു. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഉച്ചയായതുകൊണ്ട് തന്നെ നമ്മളടുത്തുള്ള KFCയിൽ കയറിയിട്ട് ചെറുതായിട്ട് ഒരു സ്നാക്ക് കഴിച്ചു. കണ്ണൻ ഇങ്ങനത്തെ ജങ്ക് ഫുഡിനൊന്നും അഡിക്റ്റ് അല്ലെങ്കിലും വല്ലപ്പോഴും മോനൊരു ആഗ്രഹം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ അവനത് വാങ്ങിച്ചു. ഞാനങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും എഗ്ലെസ് മയണൈസും കഴിച്ചു. തൽക്കാലം ഇപ്പം വെജിറ്റേറിയൻ മോഡിലാണേ ഉള്ളത്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്കുള്ള ബസ്സിലേക്ക് കയറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഒരു ലൈക്ക് കൂടെ തരണം. അപ്പോൾ ഇത്രയ്ക്കുള്ള വീണ്ടും കാണാം. ബൈ.